ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ട് 2 വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. പാർട്ട് 1-ൽ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കാണാം എന്നതാണ് അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ കണ്ടിന്യൂസ് എന്നോണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയും യഥാർത്ഥ ഓപ്പറേറ്റിംഗ് റിസൾട്ടായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് കാണുന്നതിനെക്കുറിച്ചാണ് പാർട്ട് 2 വീഡിയോ ആയിട്ടുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ടു കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് ബൈ പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്തു. യഥാർത്ഥ ഓപ്പറേറ്റിംഗ് റിസൾട്ട് അഥവാ നെറ്റ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ആദ്യപടി എന്നോണം ഡയറക്റ്റ് എക്സ്പെൻസസും ഡയറക്റ്റ് ഇൻകമായിട്ടുള്ള സെയിൽസും മാച്ച് ചെയ്തുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഇൻഡയറക്റ്റ് ഐറ്റംസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റാണ് അഥവാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ഇൻകംസുമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പരിഗണിക്കുന്നത്. അപ്പോൾ മാത്രമേ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസ് എന്നുള്ള പ്രോഫിറ്റിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. ആദ്യപടി എന്നോണം ഡയറക്റ്റ് ഐറ്റംസിനെ പരിഗണിച്ചു, രണ്ടാമതായിട്ട് ഇൻഡയറക്റ്റ് ഐറ്റംസിനെ പരിഗണിക്കുന്നു. അങ്ങനെ ഇൻഡയറക്റ്റ് ഐറ്റംസിനെ പരിഗണിക്കുന്ന ഇൻഡയറക്റ്റ് ഐറ്റംസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കൊണ്ടുവരുന്ന വർക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രോസ് പ്രോഫിറ്റാണുള്ളത്. അതിനെ എങ്ങനെ നെറ്റ് പ്രോഫിറ്റാക്കി മാറ്റും? ആ ഒരു വർക്കാണ്. ഗ്രോസ് പ്രോഫിറ്റിനും നെറ്റ് പ്രോഫിറ്റിനും ഇടയിലുള്ള ആ ദൂരമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണുന്നത്. ഈ പറയപ്പെട്ട ഗ്രോസ് പ്രോഫിറ്റിനും നെറ്റ് പ്രോഫിറ്റിനും ഇടയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അത് പഠിക്കേണ്ടതാണ്. എക്സാമിന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എന്നിരുന്നാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് കാണിക്കുന്നില്ല, ഹൈലൈറ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാവുന്നതാണ്. അത് മറ്റൊരു വീഡിയോയിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയും. ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കാണുന്നു എന്നതാണ് നമ്മുടെ ചർച്ച. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ്. വാട്ട് എവർ മേ ബി ദ റിസൾട്ട്, ഐദർ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്, ഇറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. സോ ഇറ്റ് ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ കണ്ടിന്യൂസ് എന്നോണം നമ്മൾ നീട്ടി വരക്കുകയാണ്. അതേ ഫോർമാറ്റ്, പർട്ടിക്കുലർ കോളവും ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എമൗണ്ട് കോളമൊക്കെ നീട്ടി വരക്കുന്നു. ഹെഡിങ് സ്റ്റാർട്ടിങ്ങിലാണ് കൊടുക്കുക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ ഒറ്റ അക്കൗണ്ടിൽ 2 അക്കൗണ്ടുകൾ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടായിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ്, അതിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എഴുതിയത്. കാരണം ക്രെഡിറ്റ് സൈഡാണല്ലോ കൂടുതൽ, അതുകൊണ്ടാണല്ലോ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി, അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഗ്രോസ് പ്രോഫിറ്റ് എന്ന് നമ്മൾ എഴുതിയത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് എന്നോണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതേണ്ടത്. ഇനി അഥവാ ഗ്രോസ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡാണ് എഴുതേണ്ടത്. ഓക്കെ, നമ്മുടെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു റൂള് തന്നെ. ഓക്കെ, അവിടെ ബാലൻസ് ക്യാരി ഡൗൺ എഴുതിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണല്ലോ ബാലൻസ് ബ്രോ ഡൗൺ എഴുതുന്നത്. അതേപോലെ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റും ലോസ് ആണെങ്കിൽ ഡെബിറ്റും. ഓക്കെ, ഇനി നമ്മൾ വാട്ട് ആർ ദ വേരിയസ് ഐറ്റംസ് ടു ബി റെക്കോർഡഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ്.
ഐറ്റംസ് ടു ബി ഡെബിറ്റഡ് ആസ് വെൽ ആസ് ഐറ്റംസ് ടു ബി ക്രെഡിറ്റഡ്. ഇതാണ് നോക്കുന്നത്. എന്തൊക്കെ ഡെബിറ്റ് ചെയ്യണം, എന്തൊക്കെ ക്രെഡിറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാം എക്സ്പെൻസസ് ആർ ടു ബി ഡെബിറ്റഡ്. എക്സ്പെൻസുകളാണ് ഡെബിറ്റ് ചെയ്യുന്നത്. എങ്ങനെയുള്ള എക്സ്പെൻസാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് നമുക്ക് രണ്ടായി തിരിക്കാം, ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ്. എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു തരംതിരിവ് നമ്മളിപ്പോൾ തൽക്കാലം നടത്തേണ്ടതില്ല. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണുന്ന സമയത്ത് നമുക്ക് ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളിൽ ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ്, ഏതൊക്കെയാണ് നോൺ ഓപ്പറേറ്റിംഗ് എന്നറിയണം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ആവശ്യമില്ല. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഒരു ഹെഡ് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, അത് ഓപ്പറേറ്റിംഗ് ആവട്ടെ നോൺ ഓപ്പറേറ്റിംഗ് ആവട്ടെ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ എക്സ്പെൻസുകളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാതെ മാറ്റിവെച്ച എക്സ്പെൻസുകളൊക്കെ ഞാൻ പറഞ്ഞു. ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്ത എല്ലാ എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമില്ലാത്ത എക്സ്പെൻസുകൾ. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സാലറീസ്, റെൻറ്റ് പെയ്ഡ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, ഓഡിറ്റ് ഫീസ്, ജനറൽ എക്സ്പെൻസസ്, റിപ്പയർ, ഡിപ്രീസിയേഷൻ, ഫയർ ഇൻഷുറൻസ് പ്രീമിയം, ലീഗൽ എക്സ്പെൻസസ്, ഓഫീസ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ബാഡ് ഡെറ്റ്സ്, ഡിസ്കൗണ്ട് അലൗവ്ഡ്, കമ്മീഷൻ പെയ്ഡ്, അഡ്വർടൈസിങ്, ട്രാവലിംഗ് എക്സ്പെൻസ്, ഇങ്ങനെ കണ്ടമാനം. സൺട്രി എക്സ്പെൻസ് എന്ന് പറയുകയാണെങ്കിലും ജനറൽ എക്സ്പെൻസ് എന്ന് പറയുകയാണെങ്കിലും ഒക്കെ ഇൻഡയറക്റ്റ് ആണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ക്യാരിയേജ് ഔട്ട്വാർഡ്, ഇത്തരം എക്സ്പെൻസുകളൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. സാധാരണ കണ്ടുവരാറുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് ഇൻകംസ് ആർ ടു ബി ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞിരുന്നു സെയിൽസ് ഈസ് ദ ഓൺലി എക്സാമ്പിൾ ഫോർ ഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് സെയിൽസ് മാത്രമാണ്. ഇനി ഇൻഡയറക്റ്റ് ഇൻകംസ് ഏതൊക്കെയാണ്? മറ്റെന്ത് റെസീറ്റ് വന്നാലും ഇൻഡയറക്റ്റ് ഇൻകമാണ്. ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ റെൻറ്റ് റെസീവ്ഡ്, ഡിസ്കൗണ്ട് റെസീവ്ഡ്, കമ്മീഷൻ റെസീവ്ഡ്, ഡിവിഡൻഡ് റെസീവ്ഡ്, ഇൻട്രസ്റ്റ് റെസീവ്ഡ്. ഇങ്ങനെ സെയിൽസിന് പുറമെ ഒരു ബിസിനസ് സ്ഥാപനത്തിലോട്ട് വരുന്ന റവന്യൂസ്, ഇൻകംസ്, ഇതൊക്കെ ഇൻഡയറക്റ്റ് ഇൻകംസ് ആണ്. ഇതൊക്കെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഓക്കെ, അങ്ങനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്തു, ഇൻഡയറക്റ്റ് ഇൻകംസ് ഒക്കെ ക്രെഡിറ്റ് ചെയ്തു. ഇനി നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഏത് സൈഡാണോ കൂടുതൽ നോക്കുക. ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് എക്സീഡ്സ് ഡെബിറ്റ് സൈഡ്, ദ റിസൾട്ടൻറ്റ് ഫിഗർ വിൽ ബി നെറ്റ് പ്രോഫിറ്റ്. ഡെബിറ്റ് സൈഡിനെ അപേക്ഷിച്ച് ക്രെഡിറ്റ് സൈഡിൽ എത്ര കൂടുതലുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രോഫിറ്റ്. അതാണ് യഥാർത്ഥ പ്രോഫിറ്റ്. ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഓണർക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റാണ്. ഓക്കെ, ഇനി അഥവാ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ റിസൾട്ടൻറ്റ് ഫിഗർ എന്തായിരിക്കും? നെറ്റ് ലോസ് ആയിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ നെറ്റ് ലോസ് എന്ന് എഴുതിയിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാവുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യുക. നെറ്റ് ലോസ് ക്യാപിറ്റലിൽ നിന്ന് കുറക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ രൂപം. ഇനി നമ്മളൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമല്ല, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫ്രം ദ ഫോളോയിങ് ബാലൻസസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫ്യൂ അക്കൗണ്ട്സ് ഓഫ് മിസ്റ്റർ എച്ച് ബൽറാം പ്രിപ്പയർ ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. അവിടെ ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ട്രയൽ ബാലൻസ് അല്ല തരുന്നത്, കുറേ ഐറ്റംസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. സ്റ്റോക്ക് ഫസ്റ്റ് 2016 എന്ന് പറയുമ്പോൾ ഏപ്രിൽ 2016 എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. പർച്ചേസസ് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, പർച്ചേസ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, സാലറീസ് ആൻഡ് വേജസ് ഉണ്ട്, അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, ബാഡ് ഡെറ്റ്സ്, റെൻറ്റ്, ഡിസ്കൗണ്ട് അലോവ്ഡ്, കമ്മീഷൻ പെയ്ഡ്, സെയിൽസ് എക്സ്പെൻസസ്, റിപ്പയേഴ്സ്. ഇങ്ങനെ ഐറ്റംസ് ബോക്സിനകത്ത് തന്നു. തൊട്ട് താഴെ ഒരു സെൻറ്റൻസ് ആയിട്ട് പറയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ മാർച്ച് 31, 2017 എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. മാർച്ച് 31 എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കാണ്.
ഓക്കെ, ഏപ്രിൽ 1 ഉള്ളത് ഓപ്പണിംഗ് സ്റ്റോക്കും മാർച്ച് 31 ഉള്ളത് ക്ലോസിംഗ് സ്റ്റോക്കും. അപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യും? നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഒറ്റ ഹെഡിങ് ആണ് നമ്മൾ എഴുതുക. ആദ്യമായിട്ട് ബുക്സ് ഓഫ് എച്ച് ബൽറാം എന്നെഴുതുക. ആരുടെ ബുക്കാണ് ചെയ്യുന്നത് ആ ഒരു ഹെഡിങ് കൊടുക്കുക. തൊട്ട് താഴെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അങ്ങനെയാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2017, ഇതാണ് ഹെഡിങ്. ഓക്കെ, ഇനി നമ്മളെ സാധാരണ ഫോർമാറ്റ് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്, രണ്ട് സൈഡിലും പർട്ടിക്കുലർ കോളവും എമൗണ്ട് കോളവും. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടാണ് ഫസ്റ്റ് സ്റ്റേജ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ സെയിൽസ് ക്രെഡിറ്റ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്കും ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് പോലെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പർച്ചേസ് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. വേജസ്, ഓക്ട്രോയ്, പവർ, വാട്ടർ, ക്യാരേജ് ഇൻവാർഡ് അങ്ങനെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് പർച്ചേസ് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ, അതിനെ ഡെബിറ്റ് ചെയ്യുക. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ട് അത്രയേ ഉള്ളൂ, ഡയറക്റ്റ് ഐറ്റംസ് ഇത്രയേ വരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് 14,000 കിട്ടും. ഓക്കെ, ഡെബിറ്റ് സൈഡിനെ അപേക്ഷിച്ച് ക്രെഡിറ്റ് സൈഡിൽ 14,000 കൂടുതലുണ്ട്. സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും കൂട്ടി നോക്കുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിനെയും പർച്ചേസ് എക്സ്പെൻസിനെ അപേക്ഷിച്ച് ഒരു 14,000 കൂടുതൽ വരുന്നുണ്ട്. സോ റിസൾട്ടൻ്റ് ഫിഗർ എന്താണ്? ബാലൻസ് വരുന്നത് 14,000 ഗ്രോസ് പ്രോഫിറ്റാണ്. ഇനി ആ ഗ്രോസ് പ്രോഫിറ്റിനെ തൊട്ട് താഴെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇനി അങ്ങോട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പറയാം. നെക്സ്റ്റ് സെക്കൻഡ് പോർഷൻ ഗ്രോസ് പ്രോഫിറ്റ് എടുത്തെഴുതുക. ആ 14,000നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ട് തന്നെ നീട്ടി വരച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ. ഓക്കെ, ഇനി നമ്മൾ തന്നിരിക്കുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്യുക. സാലറീസ് ആൻഡ് വേജസ് കാണുന്നില്ലേ? സാലറീസ് ആൻഡ് വേജസ് എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജസ് ആൻഡ് സാലറീസ് എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. സാലറീസ് ആൻഡ് വേജസ് എന്ന് പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അങ്ങനെ നോക്കിയാൽ മതി. സ്റ്റാർട്ടിങ്ങിൽ ഏതാണോ വരുന്നത് ആ അക്കൗണ്ടിൻ്റെ പരിഗണന കൊടുക്കുക. സാലറീസ് ആൻഡ് വേജസ് എന്ന് പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ്, കമ്മീഷൻ, ഡിസ്കൗണ്ട് അലോവ്ഡ്, ബാഡ് ഡെറ്റ്സ്, സെയിൽസ് എക്സ്പെൻസ്, റിപ്പയേഴ്സ്, ഇതൊക്കെ എന്താണ്? എല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇതൊക്കെ ഡെബിറ്റ് ചെയ്യുക. ഇൻഡയറക്റ്റ് ഇൻകംസ് ഉണ്ടോ നോക്കുക. ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ഇൻകംസ് ഒന്നും പറയുന്നില്ല. റെൻറ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇതൊന്നും ക്വസ്റ്റ്യനിലില്ലാത്തതുകൊണ്ട് ഇൻഡയറക്റ്റ് ഇൻകംസ് ഒന്നും ഈ ഒരു ബിസിനസ്സിനില്ല. അതുകൊണ്ട് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് മാത്രമാണ് ക്രെഡിറ്റ് സൈഡിൽ കാണുന്നത്. ആ എമൗണ്ട് തന്നെ രണ്ട് സൈഡിലും കൊടുക്കുക, കാരണം അതാണ് കൂടുതൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് ഡെബിറ്റ് സൈഡിനേക്കാൾ കൂടുതൽ. ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ 14,000 വരുന്നില്ല, കുറവാണ്. സോ കൂടുതലുള്ളത് രണ്ട് സൈഡിലും കൊടുത്തു. 14,000 ആണ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ. ഇനി എത്ര കൂടുതലുണ്ട് എന്ന് നോക്കുക. ഡെബിറ്റ് സൈഡിനെ അപേക്ഷിച്ച് ക്രെഡിറ്റ് സൈഡിൽ എത്ര കൂടുതലുണ്ട് നോക്കുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ കൂട്ടി നോക്കി ആ കൂട്ടിയ ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ്, ആ ടോട്ടൽ ഉണ്ടല്ലോ അക്കൗണ്ട് ടോട്ടൽ, അതിൽ നിന്ന് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു 4,200ൻ്റെ ഡിഫറൻസ് കാണാം, ബാലൻസ് കാണാം. ആ ബാലൻസിങ് ഫിഗറാണ് നെറ്റ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട യഥാർത്ഥ പ്രോഫിറ്റ് ഈ നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ അവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതിയിട്ട് 4,200 എഴുതുക. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഓക്കെ, അതേപോലെ ഇതിനിടയിലുള്ള ഗ്രോസ് പ്രോഫിറ്റിനും നെറ്റ് പ്രോഫിറ്റിനും ഇടയിലുള്ള ഒരു കൺസെപ്റ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ പാർട്ട് 3 ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ലെറ്റ് us see again in another video. Thank you for all.